ഗുരു ഓം. നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ. അധ്യായം 9. യജ്ഞവേദിയിലേക്ക്. ഭാഗം 3. മകൻ ശിഷ്യനാകുന്നു എന്ന ഉപാധ്യായം തുടരുന്നു. ഗുരു പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിന് വേണ്ടി മക്കളെ എല്ലാം സമർപ്പണം ചെയ്യുവാനുള്ള ആഗ്രഹം മുൻപ് പല പ്രാവശ്യം പ്രസംഗവശാൽ അച്ഛൻ ഗുരുവിനെ അറിയിച്ചിട്ടുണ്ട്. നനച്ചിരിക്കാതെ സംഭവങ്ങൾ ഒത്തുവരുന്ന സ്ഥിതിയാണ് വീണ്ടും സമാഗതമായിരിക്കുന്നത്. ഗുരു ആ പ്രതിജ്ഞ ഗൗരവമുള്ളതായി കരുതിയിരുന്നോ എന്നും അച്ഛൻ അക്കാര്യം നടപ്പാക്കണമെന്ന് ഗൗരവമായി തന്നെ ആഗ്രഹിച്ചിരുന്നോ എന്നുമുള്ള കാര്യങ്ങളെപ്പറ്റി അന്ന് ഞാൻ ചിന്തിച്ചില്ല, ഇന്നും ചിന്തിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയിരുന്നു എന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയുമാണ്. യാദൃശ്ചികതയുടെ പല ഘടകങ്ങൾ ഒത്തുചേർന്ന് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരു ഉപജാപം നടത്തിയിരിക്കുന്നു. ആ ലക്ഷ്യം ഗുരുവിൻ്റെ ഈ സന്ദർശനത്തെ എൻ്റെ ജീവിതത്തിൽ ആകവേ അർത്ഥമുള്ളതാക്കി തീർക്കുന്നു. മകൻ്റെ ഭാവി നിർണയിക്കാനുള്ള ആ മുഹൂർത്തത്തിൽ ഗുരു അച്ഛൻ്റെയും മകൻ്റെയും മധ്യത്തിരിക്കുക. അദൃശ്യമായ ശക്തിയിൽ വിശ്വസിക്കുന്നവർ ഇതിനെ ദുർജ്ഞേയമായ രഹസ്യമെന്ന് പറയും. അവിശ്വാസികൾ ഇഷ്ടപ്പെടുന്നത് കാര്യമാത്ര പ്രസക്തമായ ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കാനാണ്. ഇതിലൊരു യാദൃശ്ചിക സംഭവം എന്നതിലുപരി ഒന്നുമില്ലെന്ന് വരെ അവർ പറയും. ഏതായാലും ഈ സന്ദർഭം ഒരു വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രം നാം കരുതിയാൽ മതി. കാരണത്തെ ഭൗതികമോ അഭൗമികമോ ആയ ഏത് വശത്താണ് നാം കൊണ്ടുചെന്ന് വെക്കുന്നതെങ്കിലും യാദൃശ്ചിക സംഭവങ്ങളുടെ ഇത്തരം ഒത്തിണങ്ങലുകൾ സംഭവിക്കുന്നുണ്ട് എന്നത് നേരാണ്. കാരണം കണ്ടുപിടിക്കുന്നതിലെ നിർണായക ഘടകം ദ്രഷ്ടാവിൻ്റെ മനോഭാവമാണെന്ന് മാത്രം. ഗുരുവിനായി ഒരു പുത്രനെയോ സന്താനങ്ങളെയെല്ലാമോ സമർപ്പിച്ചു കൊള്ളാമെന്ന ആദ്യത്തെ പ്രതിജ്ഞ അപ്പോഴും പ്രാബല്യത്തിലിരിക്കുകയാണ്. അക്കാര്യം എനിക്കും അറിയാം. എനിക്കാണെങ്കിൽ ഗുരുവിൻ്റെ ശിഷ്യനായിരിക്കാനുള്ള അഭിലാഷം മുറ്റി നിൽക്കുന്നു. ഗുരുവിനോടുള്ള ആദരം വിദ്യാർത്ഥി ജീവിതത്തിലുടനീളം എന്നിൽ വളർന്നുകൊണ്ടിരുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഗുരുവുമായുള്ള സമ്പർക്കം എനിക്ക് കുട്ടിക്കാലം മുതൽ ലഭിച്ചു തുടങ്ങിയതാണ്. തീരുമാനത്തിലെത്തുന്നു എന്ന ഉപാധ്യായം. ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അവധാനപൂർവം കൈക്കൊള്ളേണ്ട ഒന്നാണ്. അതിന് ആന്തരികമായ പ്രവണതകളെ ഒരേ വഴിക്ക് തിരിച്ചുവിട്ട് ഏകാഗ്രശക്തിയിലേക്ക് ഉന്മുഖമാക്കണം. ഇക്കാര്യത്തിന് എൻ്റെ ശക്തി കുറച്ചൊന്നുമല്ല ആവശ്യമാകുന്നത്. യുവത്വത്തിന് അതിൻ്റേതായ ആന്തരിക പ്രചോദനങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. പലപ്പോഴും അത് സമുദായം കാണിച്ചു കൊടുക്കുന്ന വഴിയായിരിക്കും പിന്തുടരുന്നത്. തനിക്ക് താൻ പോരും എന്ന കാര്യത്തില്ലാത്തവർക്ക് ഈ ലോകാനുവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒപ്പം പ്രശോഭിക്കുക, ധനസമൃദ്ധി ലഭിക്കുക, എല്ലാവരുടെയും വിശേഷിച്ച് അടുത്ത് സമ്പർക്കമുള്ളവരുടെയും പ്രിയപ്പെട്ടവരുടെയും അഭിനന്ദനത്തിന് പാത്രമാകുക, സുരക്ഷിതത്വമുണ്ടെന്ന് ബോധ്യമാകുക, സാമൂഹിക ജീവി എന്ന നിലയിലുള്ള വാസനകളൊട്ടൊക്കെ സംതൃപ്തമാക്കാൻ സാധിക്കുക, ഇതിനെല്ലാം ഉപരി തന്നെ വ്യാപൃതനാക്കുന്ന ഒരു തൊഴിലുണ്ടായിരിക്കുക, ഇതെല്ലാം ജീവിതത്തിന് ഒട്ടൊക്കെ ഉറപ്പും രൂപവും നൽകുന്നവയാണ്. ഇതൊന്നുമില്ലാതെ വ്യക്തിഗതമായ യത്നം കൊണ്ട് വിജയം കൈവരുത്തുക ശ്രമസാധ്യമാണ്. സാമൂഹിക ജീവിതത്തിൽ അന്യോന്യമുള്ള കടപ്പാടുകളും അഭിനന്ദനങ്ങളും ജീവിതത്തെ സൂക്ഷ്മമായ തരത്തിൽ നയിക്കുന്നുണ്ട്. ആ വഴിക്ക് ജീവിതം ആയാസരഹിതമാക്കപ്പെടുന്നു. എന്നാൽ സമുദായത്തിൻ്റെ ഗതാനുഗതികത്വം അവലംബിക്കാതെ തനിക്കൊത്തവണ്ണം ഓരോ ചുവടുവയ്പ്പിലും തൻ്റെ അന്തരാത്മാവിനോട് മാത്രം സത്യസന്ധതയുള്ളവനായിട്ട് പോകുക കൂടുതൽ ആയാസകരമാണ്. ശിഷ്യനായിരിക്കുക എന്ന് വെച്ചാൽ സന്യാസ ജീവിതം സ്വീകരിക്കുക എന്നാണ് അർത്ഥം.
ഇത്തരം ഒരു ജീവിതത്തിന് അതിൻ്റേതായ ആഴത്തിലുള്ള വിവക്ഷകളുണ്ട്. അതൊന്നും അക്കാലത്ത് എനിക്ക് വേണ്ട പോലെ വെളിവായിരുന്നില്ല. നല്ല ശമ്പളമുള്ള ഉദ്യോഗം കിട്ടാനിടയുണ്ടെന്ന കുശുകുശുക്കലും കേട്ടിരുന്നു. ഇതിനു പുറമെ ഏകനായി ജീവിക്കുക സാധ്യമാണോ, അതോ ഒരു സഹധർമ്മചാരിണിയെ കൈക്കൊള്ളുകയാണോ വേണ്ടത്? ഈ വലിയ പ്രശ്നവും പൊന്തി വന്നു. ഇക്കാര്യത്തിൽ അന്നെൻ്റെ മനസ്സ് ഒരു തീരുമാനത്തിലും എത്തിയിരുന്നില്ല. ഏതായാലും ഗുരുവിൻ്റെ ശിഷ്യനാകുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അധ്യാപക വൃത്തി സ്വീകരിക്കാൻ ഇടയായതുപോലെ ഇതും നിയതിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു. വ്യഷ്ടിയായ ഒരു അലയുടെ വശത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാതെ സമഷ്ടിയായ മനുഷ്യ ജീവിതത്തിൻ്റെ വേലിയേറ്റവും ഇറക്കവും എൻ്റെ കാര്യവും തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് കരുതി ഞാൻ വിട്ടുകൊടുത്തു. എൻ്റെ പ്രത്യേക താല്പര്യത്തിന് ഞാൻ സ്ഥാനം കൊടുത്തില്ല. അങ്ങനെ സുപ്രധാനമായ മറ്റൊരു തീരുമാനം കൈക്കൊണ്ടു. ഇടപാട് ഉറയ്ക്കുന്നു എന്ന ഉപാധ്യായം. നിഷ്കളങ്കനായൊരു ആട്ടിൻകുട്ടിയെപ്പോലെ അഥവാ അറച്ചു നിൽക്കുന്ന ഒരു കോലാടിനെ പോലെ ഭവിഷ്യത്തുകളെപ്പറ്റി ഒട്ടുമാത്രം അറിഞ്ഞും ഒട്ടറച്ചു നിന്നും ഞാൻ മഹനീയമായ ആ യജ്ഞവേദിയിലേക്ക് എന്നെ എത്തിച്ചു. ആ തിരുസന്നിധിയിൽ ഞാൻ സർവവും സമർപ്പണം ചെയ്യണം. ഏതോ അജ്ഞാതമായ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാം ബലി കഴിക്കണം. ഇക്കാര്യത്തിൽ ഞാൻ എത്ര കണ്ട് സുനിശ്ചിതമായ തീരുമാനത്താൽ പ്രേരിതനായെന്നോ ചുറ്റുപാടുകളുടെ ഉപജാപം എത്ര കണ്ട് അതിൽ അന്തർഭവിച്ചിരുന്നെന്നോ തീർച്ച പറയാനാവില്ല. ഗുരുവിൻ്റെ രൂപം എൻ്റെ കുടുംബഗൃഹത്തിൻ്റെ വരാന്തയിൽ ദർശിച്ച് അധികം വൈകാതെ വടക്കൻ തിരുവിതാംകൂറിൽ മലമ്പനിയുടെയും കൊതുകിൻ്റെയും ശല്യമുള്ളൊരു പ്രദേശത്തേക്ക്, വടക്കൻ പരവൂരിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയാണുണ്ടായത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഓർക്കുന്നത്. നാരായണ ഗുരു അക്കാലത്ത് അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കുന്ന പരിപാടിയിൽ വ്യാപൃതനായി കഴിയുകയായിരുന്നു. അതിനുവേണ്ടി ആ പ്രദേശക്കാരോട് നന്നായി കായ്ക്കുന്ന തെങ്ങൊന്നിന് ഒരു തേങ്ങാ വീതം സംഭാവന ചെയ്യാൻ ഗുരു ആവശ്യപ്പെട്ടിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഗുരുവിനെ കണ്ടു. പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഓലക്കുടിലിൽ ഗുരു ഇരിക്കുന്നു. ആ പ്രദേശത്തെ പ്രധാനികളെല്ലാം ഗുരുവിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവിടെ വന്നും പോയും ഇരുന്നു. വഞ്ചിയിൽ കയറി ആറ് കടന്നും പാടങ്ങളുടെ മധ്യത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടുകൾ ഇറങ്ങിക്കയറിയും തോടിന് കുറുകെയുള്ള ഒറ്റ തെങ്ങിൻ തടി കൊണ്ടുള്ള പാലത്തിൽ ദണ്ഡിപ്പ് നടത്തിയും മറ്റും വേണം അവിടെ എത്തിച്ചേരേണ്ടത്. സ്വയം പര്യാപ്തവും വിഭവസമൃദ്ധവുമായൊരു പ്രദേശം, പണക്കൊഴുപ്പിൻ്റെ പുറംമോടി കാണിക്കുന്ന നഗരജീവിതത്തിൻ്റെ പ്രതികൂല പ്രവാഹങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞൊരിടം. എല്ലാവർക്കുമുണ്ട് കൊതുക് ശല്യത്തെപ്പറ്റിയുള്ള പരാതി. എന്നാൽ ഗുരു ആ കുടിലിനകത്ത് അർദ്ധനഗ്നനായി ഋജുകായനായി അധിക സമയവും ധ്യാനനിരതനായി കഴിഞ്ഞുകൂടുന്നു. കുടിലിൻ്റെ വാതിലിൽ വന്നു കൂടുന്നവരോട് മൃദുവായി മണിനാദത്തിനൊത്ത ശബ്ദത്തിൽ സ്നേഹമസൃണമായി സംഭാഷണം ചെയ്യുന്നു. എല്ലാ ജീവികളെയും അവയുടെ പാട്ടിന് വിടുമെങ്കിൽ ഒരു ജീവിയും നമ്മെ ഉപദ്രവിക്കാൻ വരില്ല. സമ്പൂർണമായ അഹിംസാശീലം വളർത്തിയെടുത്താൽ എറുമ്പിൻ്റെയും മറ്റ് കീടങ്ങളുടെയും ഭാഗത്ത് നിന്ന് പോലും അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടാകും എന്ന് ഗുരുവിൻ്റെ മതം. ഗുരുവിനെ കൊതുക് കുത്തുന്നുണ്ടോ എന്ന ചോദ്യം ചോദിക്കാൻ ഞാൻ മുതിർന്നില്ല. എന്നാൽ യോഗികൾക്ക് ചേരും വിധം ഉണരരുതിന്നിയുറങ്ങിടാതിരുന്നിടണം അറിവായി എന്ന മട്ടിൽ സുഷുപ്തിയെയും ജാഗ്രത്തിനെയും അതിജീവിച്ച് യോഗനിദ്രയിലിരിക്കുന്ന ഗുരുവിന് കൊതുകുകളുടെ ശല്യം തന്നെ അനുഭവപ്പെട്ടിട്ടില്ലെന്നത് വ്യക്തമാണ്. തേനീച്ചകളെ പൊടുന്നനവേ ചെന്ന് കൈകാര്യം ചെയ്യുകയോ അവയെ ശല്യപ്പെടുത്തുകയോ ചെയ്താലല്ലാതെ അവ ഉപദ്രവകാരികളാകാറില്ല എന്നത് തേനീച്ച വളർത്തുകാർക്കുമെല്ലാം അറിയാം. നയമില്ലാത്ത പെരുമാറ്റം മൂലം അവ ഭയചകിതരായി ഉപദ്രവമുണ്ടാക്കുന്നു. ശവശരീരങ്ങളെ പ്രകൃതിദത്തമായ അവകാശബോധത്തോടെ കീടങ്ങളും മറ്റും കടന്നാക്രമിക്കാറുണ്ടല്ലോ. ഒരിക്കൽ ഒരു കുടിലിൽ കിടന്നിരുന്ന വൃദ്ധയെ
അവരുടെ ഏക സഹായിയായിരുന്ന മകളുടെ അസാന്നിധ്യത്തിൽ പട്ടാപ്പകൽ ഒരു കുറുനരി കടിച്ചു കൊന്നത് എനിക്കറിയാം. ഇതെല്ലാം സ്വാഭാവികമാണെന്ന് തന്നെ വയ്ക്കാം. എന്നാൽ ബുദ്ധിപ്രഭാവനും സദാ ജാഗരൂകനുമായൊരു മനുഷ്യൻ ഇങ്ങേ അറ്റത്തെ കീടം മുതൽ ഏറ്റവും ഉന്നതമായ ജീവി വരെയുള്ള ജീവജാലങ്ങളിലാകമാനം അനുകമ്പയുള്ളവനായിരിക്കുമ്പോൾ പ്രകൃതി മുഴുവൻ അത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിന് അനുയോജ്യമായ പ്രതികരണം പ്രകൃതിയിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നു എന്നത് അതിശയകരമായി തോന്നിയേക്കാം. ഞാൻ കുടിലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഗുരു ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചു. ആ മുഹൂർത്തത്തിൽ സർവാശ്ലേഷിയായ സുപ്രബോധത്തിൻ്റെയും ജീവിത തികവിൻ്റെയും തേജസ് ആ മുഖത്ത് പരന്നിരിക്കുന്നതായി കണ്ടു. നിഗൂഢമായി, വിശ്വജനീനമായി, അഥവാ സമ്പൂർണ്ണ വിചാരങ്ങൾ ചേർന്നിണങ്ങുന്ന ഒരവസ്ഥയിലാണ് ഗുരു ജീവിക്കുന്നത് എന്നതുകൊണ്ടാവണം ഇങ്ങനെ കാണാനിടയായത്. ജീവികളെ സ്വാത്മവശത്താക്കുന്ന ഒരാകർഷണ വലയം ഗുരുവിനെ പരിവേഷം ചെയ്തു നിന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മറ്റുള്ളവരെല്ലാം കൊതുകുകടിയെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഉപദ്രവത്തിൻ്റെ ഇടയിൽ തന്നെ ഗുരു സ്വസ്ഥനായി കഴിഞ്ഞത്. പതിവുള്ള കുശലപ്രശ്നങ്ങൾക്ക് ശേഷം ഗുരുവിൻ്റെ അനുയായികളിൽ ഒരാളായി ജീവിതകാലം മുഴുവനും നയിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന എൻ്റെ തീരുമാനം ഞാൻ ഗുരുവിനെ അറിയിച്ചു. ഇത് കേട്ടിട്ട് ഒരാശ്ചര്യഭാവവും ഗുരു കാട്ടിയില്ല. ഒരു വിരോധവും കൂടാതെ എന്നെ അംഗീകരിക്കുന്നതായാണ് തോന്നിയത്. ആശ്രമത്തിലേക്ക് ഒരു കഷണം സോപ്പിൻ്റെ ചെലവല്ലേ കൂടുതൽ വരികയുള്ളൂ എന്നാണ് ഗുരു അഭിപ്രായപ്പെട്ടത്. ആദ്യമായി ഗുരു പ്രകടിപ്പിച്ച അഭിപ്രായം കൊണ്ട് മനസ്സിലാക്കേണ്ടത് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും ലളിത ജീവിതവും വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ അസ്വീകാര്യനോ വേണ്ടാത്തൊരാളോ അല്ലെന്നാണ്. എന്ന് മാത്രമല്ല, വിപരീത ഫലമുണ്ടാക്കുന്നതിന് പകരം ഈ ഉറപ്പിക്കപ്പെട്ട ഇടപാട് ഗുണകരമാണെന്നും അതിൽ സൂചനയുണ്ടായിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ പോയി താമസിച്ചു കൊള്ളുവാനുള്ള അനുവാദവും എനിക്ക് ലഭിച്ചു. പതിവുള്ള നമസ്കാരത്തിന് ശേഷം ഞാൻ എറണാകുളത്തേക്ക് മടങ്ങി. ഒരാഴ്ചയ്ക്ക് ശേഷം ആലുവയിലെത്തി അദ്വൈതാശ്രമത്തിൽ അന്തേവാസിയായി ചേർന്നു. ഇങ്ങനെയാണ് ആ ഗുരുശിഷ്യ ബന്ധം തുടങ്ങിയത്. ഗുരുവിൻ്റെ ആദർശനത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാനുള്ള നിശബ്ദമായ തീരുമാനം രണ്ട് വശത്തു നിന്നും ഏതെങ്കിലും ചടങ്ങുകളോ ബഹളങ്ങളോ കൂടാതെ അംഗീകരിക്കപ്പെട്ടു. ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.